എന്നും സത്യത്തിനും നീതിക്കുമൊപ്പം നിലകൊണ്ട വാർത്താധിഷ്ഠിത പരിപാടി എന്റെ വാർത്ത സ്വാഗതം പുതിയ ലക്കത്തിലേക്ക്. എന്റെ വാർത്തയിൽ ഇന്നത്തെ റിപ്പോർട്ടുകൾ ഒറ്റ നോട്ടത്തിൽ. വെള്ളം കുടി മുട്ടിക്കുന്ന അഴിമതി. കോട്ടയത്ത് നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് ഷില്ലറ്റ്. ഈ അമ്മയ്ക്കും മകൾക്കും വേണം നിങ്ങളുടെ കാരുണ്യം. എന്റെ വാർത്ത അമൃത ചലഞ്ച്. കോട്ടയം കാണക്കാരി പഞ്ചായത്തിലെ ജനങ്ങൾ കുടിവെള്ളത്തിനായി ജനപ്രതിനിധികളുടെ കാല് പിടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. രാഷ്ട്രീയ മുതലെടുപ്പിന്റെ പേരിൽ കുടിവെള്ളം നിഷേധിക്കപ്പെടുന്ന കുറെ ജനങ്ങളുടെ വേദനകളുമായി സിറ്റിസൺ ജേർണലിസ്റ്റ് ഷില്ലറ്റിന്റെ റിപ്പോർട്ടാണ് ഇന്ന് എന്റെ വാർത്തയിൽ ആദ്യം. കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതും കാത്തിരിക്കുകയാണ് കോട്ടയം കാണക്കാരി പഞ്ചായത്തിലെ സാധാരണക്കാരായ കുറെ ജനങ്ങൾ. കുടിവെള്ളത്തിനായി ഇവരുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇനി ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലം വരാതെ രക്ഷയില്ലെന്ന തിരിച്ചറിവാണ് ഇവരുടെ ഈ പ്രാർത്ഥനയ്ക്ക് കാരണം. കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ 4, 5, 6 വാർഡുകളിൽപ്പെട്ട ജനങ്ങളാണ് ഭീകരമായ കുടിവെള്ളക്ഷാമം നേരിടുന്നത്. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി 1998 കമ്മീഷൻ ചെയ്ത് 2005 വരെ സുഗമമായി പ്രവർത്തിച്ച മാളോല കുടിവെള്ള പദ്ധതിയായിരുന്നു ഇവരുടെ ആശ്രയം. എന്നാൽ ചെറിയ കേടുപാടുകൾ സംഭവിച്ച മോട്ടോർ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് പദ്ധതി അവതാളത്തിലായി. അതോടെ കുടിവെള്ളത്തിനായുള്ള ജനങ്ങളുടെ ദുരിതവും ആരംഭിച്ചു. 6 വർഷം മുമ്പാണ് ഞാൻ ഇന്ന് ചുമതലയേൽക്കുന്നത്. ചുമതലയേൽക്കുമ്പോൾ ഈ പദ്ധതി ആകെ അവതാളത്തിലായിരുന്നു. അതായത് മുൻപ് നടത്തിക്കൊണ്ടിരുന്ന സമിതിക്ക് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ സാമ്പത്തിക ബാധ്യതയും, അതുപോലെ ഈ പദ്ധതിയിലെ മോട്ടോർ കത്തിപ്പോകുന്നതടക്കമുള്ള പല പ്രശ്നങ്ങളുടെ പേരിൽ നിർത്തിക്കിടക്കുകയാണ്. 1996-2000 കാലഘട്ടത്തിൽ അന്നത്തെ ഭരണസമിതി ഈ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടുകൂടി ഈ പദ്ധതിക്ക് അന്ന് സ്ഥലം കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ അന്നത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീ സണ്ണി പുൽപ്പുറയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് തന്നെ വെള്ളം കൂടുതൽ എത്തുമെന്ന് അന്നത്തെ വകുപ്പ് തല എഞ്ചിനീയർമാരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുളം സ്ഥാപിക്കുകയും ആ പദ്ധതിക്ക് പഞ്ചായത്ത് അന്ന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ആ പദ്ധതി ആരംഭിക്കുകയും ചെയ്തതാണ്. സാധാരണക്കാരായ ജനങ്ങൾ പണം കൊടുത്താണ് മാസങ്ങളായി കുടിവെള്ളം വാങ്ങിയിരുന്നത്. എന്നാൽ വേനൽ കടുത്തതോടെ വല്ലപ്പോഴുമായി ടാങ്കറുകളിൽ എത്തിച്ചിരുന്ന വെള്ളവും കിട്ടാതായി. ദൂരപ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ചുമന്നാണ് ഇന്നിവർ നിത്യവൃത്തി കഴിക്കുന്നത്. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വളരെയധികം വിഷമിച്ചാണ് കഴിയുന്നത്. ഞങ്ങളുടെ ഈ നാട്ടിൽ ആർക്കും തന്നെ വെള്ളം വളരെ ഒട്ടും തന്നെ കിട്ടാനില്ല. പിന്നെ ഞങ്ങൾ അടുത്തുള്ള ദൂര സ്ഥലങ്ങളിൽ പോയാണ് വെള്ളം ശേഖരിച്ചുകൊണ്ട് വരുന്നത്. നല്ല വെള്ളം കുടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. വെള്ളം ഞങ്ങൾ പൈസ കൊടുത്ത് വണ്ടിയെ കൊണ്ടുവന്ന് തരുവാണ്. ആ വെള്ളം കിട്ടാൻ പോലും ഇവിടെ ഇല്ല. വണ്ടിക്ക് അടിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ആവശ്യത്തിനുള്ള കുടിവെള്ളം ലഭ്യമല്ല ഇത്രയും ഈ ഗുണഭോക്താക്കൾ കൊടുക്കാൻ. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസമോ അങ്ങേയറ്റം 2 ദിവസം കഷ്ടിച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് മൂലമുള്ള ഒരു വാർഡിലേക്ക് കൊടുക്കണമെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ആഴം വെള്ളമില്ല. അപ്പോൾ അതിലേക്ക് ഇറങ്ങി നമ്മളൊരു 2 മണിക്കൂർ വെള്ളമടിച്ച് ആ വെള്ളം പറ്റിപ്പോവും. അപ്പോൾ ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത് 2 മണിക്കൂർ അടിക്കും, നിർത്തി വെക്കും. അങ്ങനെ 2-3 മണിക്കൂർ ഇടവിട്ട് അടിച്ച് ടാങ്ക് നിറച്ചുകൊണ്ടാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊരു 2 മീറ്ററെങ്കിലും നമുക്ക് ആഴം കൂട്ടേണ്ടി വരും ഇത്രയും ഗുണഭോക്താക്കൾക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ. കുളം നിർമ്മിച്ച് 2 കിലോമീറ്റർ അകലെയുള്ള ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്ത ശേഷം ആവശ്യക്കാർക്ക് നൽകുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ജനോപകാരപ്രദമായ പദ്ധതിക്ക് വേണ്ടി മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി പഞ്ചായത്തിന് നൽകിയ സ്ഥലത്ത് കുളം നിർമ്മിച്ചു. 2 കിലോമീറ്ററോളം അകലെ 2 ടാങ്കുകളും സ്ഥാപിച്ചു. എന്നാൽ ഒരു ടാങ്കിലേക്ക് മാത്രമാണ് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല മോട്ടോർ കത്തിപ്പോകുന്നത് പതിവായി. അതോടെ കുടിവെള്ള പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയായി. 40,000 ലിറ്റർ വരുന്ന 2 ടാങ്കുകളാണ് നിർമ്മിച്ചത്. ഒന്ന് ഞങ്ങളുടെ പറമ്പിലും ഒന്ന് ഊന്നുകല പാപ്പച്ചേട്ടൻ്റെ പറമ്പിലുമാണ് ഈ ടാങ്കുകൾ നിർമ്മിച്ചത്. ഒരു ടാങ്കിലോട്ട് ഇതുവരെയായിട്ട് ഒരു തുള്ളി വെള്ളം പോലും എത്താൻ പറ്റുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല. വെറുതെ അന്ന് ഈ 1998 പദ്ധതി നടപ്പാക്കി 40,000 ലിറ്റർ കൊള്ളുന്ന കപ്പാസിറ്റി ചെയ്യുന്ന ടാങ്ക് വാർത്ത് വിള്ളൽ പ്രാപിച്ച നിലയിൽ ഇപ്പോൾ അത് അനാഥമായിട്ട് അവിടെ കിടക്കുന്നു. മാളോല കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വിവിധ സർക്കാർ ഫണ്ടുകളിൽ നിന്ന് 35 ലക്ഷം രൂപയാണ് ചെലവിട്ടത്. പിന്നെ അറ്റകുറ്റപ്പണികൾക്കായി വിവിധ ഫണ്ടുകളിൽ നിന്നായി
നിരവധി പണം ചെലവിട്ടിട്ടുണ്ട്. പക്ഷേ കുളത്തിലുള്ള ടാങ്കിലേക്ക് ഒഴുകുന്നതിന് പകരം വെള്ളത്തിന്റെ പേരിൽ ഫണ്ടുകൾ പലരുടെയും പോക്കറ്റിലേക്കാണ് ഒഴുകിയത്. ആളുകൾക്ക് ഗുണകരമാകുന്ന രീതിയിലല്ല പദ്ധതി ആവിഷ്കരിച്ചത്. അതാണ് ഏറ്റവും വലിയ പരാജയം. അതോടൊപ്പം തന്നെ അഴിമതിയുടെ അഴിമതി അതിനകത്ത് കടന്നിട്ടുണ്ട്, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എത്തരത്തിൽ അതിനെ നേരിടാൻ പറ്റുന്നത് ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് പഞ്ചായത്ത് മെമ്പറായിട്ട് ഈ ടൈമിൽ കടന്നു വന്നത്. പക്ഷേ ഇതിനെതിരെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രമുഖമായിരിക്കുന്ന ആളുകളാണ് ആദ്യകാലം മുതൽ ഈ പദ്ധതിയുടെ നേതൃത്വത്തിൽ നിന്നത്. അതുകൊണ്ട് ആരും അതിനെ അല്ലെ ഇന്നൊരു തെറ്റ് ചെയ്ത് അല്ലെ ഇന്നൊരു അഴിമതി കാണിച്ചൊന്നും ആരും ചൂണ്ടിക്കാട്ടാൻ തയ്യാറായില്ല. പക്ഷേ പൊതുജനങ്ങൾ ആയ ഞങ്ങൾക്ക് ഇതിനെ പദ്ധതി വളരെയധികം നടക്കും എന്നുള്ള ആകാംക്ഷയോടെ ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇവിടെ അഴിമതി നടന്നെങ്കിൽ ഒരു വർഷം മുമ്പ് എങ്ങനെ മാളോല ഭാഗത്ത് വെള്ളം എത്തിച്ചു, 40 വീട്ടിൽ വെള്ളം എത്തിച്ചു, 40,000 ലിറ്റർ ടാങ്ക് ശേഖരിച്ച് ഇവിടുന്ന് 4 മണിക്കൂർ അടിച്ചു. 4 മണിക്കൂർ ഇവിടുന്ന് ജലം എത്തണമെങ്കിൽ ഈ ഭാഗത്ത് എവിടെ അഴിമതി നടന്നു? 4 മണിക്കൂർ കൊണ്ട് ആ ടാങ്ക് നിറഞ്ഞു എങ്കിൽ എവിടെ അഴിമതി നടന്നു? ഇതിനകത്തൊരു നിഗൂഢതയാണ്. വെള്ളം എത്തിക്കേണ്ടെന്ന് ചിലർക്ക് താല്പര്യമുണ്ട്, ചിലർക്ക് വെള്ളം എത്തിക്കണമെന്നുമുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അഴിമതിയുടെയും രാഷ്ട്രീയ മുതലെടുപ്പിന്റെയും ആ നിഗൂഢ സത്യങ്ങളിലേക്കാണ് എന്റെ വാർത്ത ഇനി കടന്നു ചെല്ലുന്നത്. ഈ ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുന്നതിന് പിന്നിൽ ഒരു നിഗൂഢതയുണ്ട്. അത് ഒരു ചെറിയ ഇടവേളയ്ക്കു ശേഷം. മാളോല കുടിവെള്ള പദ്ധതി പുനരുജ്ജീവിപ്പിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഇവിടുത്തെ പ്രശ്നങ്ങൾ. മാളോല പദ്ധതി മുടങ്ങിക്കിടക്കുന്നതിന് പിന്നിൽ ചില നിഗൂഢതകളുണ്ട്. അതിലേക്കാണ് ഇനി എന്റെ വാർത്ത ക്യാമറ തിരിക്കുന്നത്. ഷില്ലറ്റിന്റെ റിപ്പോർട്ട് തുടരുന്നു. 1998 മാളോല പദ്ധതി നിലവിൽ വന്നത് മുതൽ പിഴവുകളും പിടിപ്പുകേടുകളും നിരവധിയായിരുന്നു. പദ്ധതിയുടെ നടത്തിപ്പിനായി തിരഞ്ഞെടുത്ത കമ്മിറ്റിയിൽ ഒരാൾ പോലും ഗുണഭോക്താവായി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ നല്ല നടപ്പ് കമ്മിറ്റിയുടെ ആവശ്യമല്ലാതായി മാറി. ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ പദ്ധതിയുടെ ഇത്രയും നാളത്തെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പരാജയത്തിന് കാരണം ഉപഭോക്താക്കളായിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ഉൾപ്പെടുത്താതെ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരെ, അതായത് ആരാണ് ഈ വാർഡിൻ്റെ ഭരണത്തിരിക്കുന്നത് അവർക്ക് താല്പര്യമുള്ളവരെ മാത്രം അവർ പറഞ്ഞാൽ കേൾക്കുന്ന മാത്രമുള്ളൊരു സൊസൈറ്റി രൂപീകരിക്കുകയും അവർക്ക് താല്പര്യമുള്ളവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ ചില മേഖലകളിൽ, ഉദാഹരണത്തിന് ഇവിടെ ഈ കടപ്പൂർ അമ്പല ഭാഗത്തുള്ള മേഖലകളിലേക്ക് അവിടുത്തെ വാൽവുകൾ പലപ്പോഴും പൂട്ടിവെക്കാറുണ്ട്. അവിടെ മറ്റ് ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ അല്ല എതിർ പാർട്ടിയിലുള്ള ആൾക്കാർ എന്നുള്ള മനോഭാവം കാണിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ ഇടപെടലുകൾ ഉള്ള സമിതികൾ വരികയും ആ സമിതി ജനങ്ങൾക്ക് ജലം എത്തിക്കുക എന്നുള്ളതാണ് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ ആരംഭിച്ചത്. പക്ഷേ ഇതിനൊക്കെ ഒരു ഫോർമുലയില്ലാത്ത ചില സമിതികൾ രൂപീകരിച്ചുകൊണ്ട് ആ സമിതിയുടെ നിയന്ത്രണത്തിൽ പിന്നെ ഈ പദ്ധതി വരികയും ആ പദ്ധതിക്കെതിരെ വീണ്ടും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുക. ആ ഉന്നയിക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ജലം എത്തിക്കാൻ സാധിക്കുന്നില്ല. 2005 മോട്ടോർ തകരാറ് സംഭവിച്ചതിനു ശേഷം സംരക്ഷിക്കാതെ തഴഞ്ഞ മാളോല കുടിവെള്ള പദ്ധതി പിന്നീട് തെരഞ്ഞെടുപ്പ് കാലങ്ങൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറി. അതോടെ രാഷ്ട്രീയ മുതലെടുപ്പിന്റെയും പകപോക്കലിന്റെയും പേരിലുള്ള തർക്കങ്ങളിൽ പദ്ധതി മുങ്ങിപ്പോയി. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആരൊക്കെ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചോ അവരെല്ലാം ചെയ്തിട്ടുള്ള അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പദ്ധതി ഈ തരത്തിൽ പരാജയപ്പെട്ടത്. കാരണം ഈ അവിടെ വെള്ളം എത്തിക്കുന്ന സമയത്ത് എത്തിച്ചതിന് ശേഷവും അവിടെ ഈ ഇപ്പം മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ ഈ വെള്ളം ഇവിടുന്ന് മോട്ടറടിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മോട്ടറടിച്ച് 1 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറഞ്ഞു എന്ന് പറയുന്നു. 12 ലക്ഷം രൂപയോളം മുടക്കി പുതിയ മോട്ടോർ സംവിധാനം കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് അവരുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വെള്ളം എത്തിക്കുന്നതിനുള്ളൊരു സംവിധാനം, അവർക്ക് വീണ്ടും ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം. മാളോല കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുഴിച്ചിട്ട പൈപ്പുകൾ തുടർന്ന് നടപ്പാക്കിയ പട്ടർമടം പദ്ധതിയുടെ പേരിൽ JCB ഉപയോഗിച്ച് നശിപ്പിച്ചു. മോട്ടോറിന്റെ കേടുപാടുകൾ പരിഹരിച്ച് വെള്ളം ടാങ്കിലെത്തിച്ചാൽ പോലും ആവശ്യക്കാർക്ക് എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ. അവിടെ ഏകദേശം ഒരു 42 വീട്ടുകാർക്ക് ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കാണിച്ചു കൊടുത്ത് അത്രയും ആളുകൾക്ക് അവിടെ വെള്ളം വിതരണം നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് അപ്പോൾ റിട്ടേൺ കൊടുക്കാനായിട്ടുള്ള പൈപ്പ് മുഴുവൻ പുതിയ പട്ടണ പദ്ധതിക്ക് വേണ്ടിയിട്ട്
JCB ഉപയോഗിച്ച് മാന്തിയപ്പോഴത്തേനും റിട്ടേൺ പൈപ്പുകളെല്ലാം പോയി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ആ പ്രദേശത്ത് മാത്രം അവിടെ JCB കയറി ഈ പൈപ്പ് പൊട്ടിച്ച സ്ഥലമല്ല ഈ ടാങ്ക് ഇരിക്കുന്നതിൻ്റെ അടുത്തുള്ള 10-40 വീടുകളിലേക്ക് കൊടുക്കാൻ പറ്റിയത്. ബാക്കി കൊടുക്കണമെങ്കിൽ JCB ഉപയോഗിച്ച് മൊത്തം പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. അവിടെ അവർക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അവരിൽ നിന്ന് 10,000 കണക്കിന് രൂപ വാങ്ങിച്ചുകൊണ്ടാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് വെള്ളം കിട്ടാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അന്നത്തെ പദ്ധതി നടത്തിപ്പുകാരും എഞ്ചിനീയറും ചേർന്ന് കുളത്തിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പിൽ നിന്ന് ചില വേണ്ടപ്പെട്ടവർക്ക് നേരിട്ട് കണക്ഷൻ നൽകിയിരുന്നത്രേ. അതുകാരണം ടാങ്കിലേക്ക് കൃത്യമായി വെള്ളം എത്തിയിരുന്നില്ല. കൂടുതൽ സമയം തുടർച്ചയായി പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നത് കാരണമാണ് മോട്ടോർ അടിക്കടി കേടായതെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ നിന്ന് ഈ വെള്ളത്തിന് പദ്ധതി ആരംഭിച്ച കാലം തൊട്ട് വെള്ളം അടിച്ച് ടാങ്കിലേക്ക് കയറ്റുന്ന അതിൽ നിന്ന് തന്നെ ആ പൈപ്പിൽ നിന്ന് തന്നെ കണക്ഷൻ എടുത്തുകൊണ്ട് താഴോട്ട് പൈപ്പ് ഇടാതെ ഈ അടിക്കുന്ന ഇതിൽ തന്നെ പൈപ്പിൽ തന്നെ കണക്ഷൻ കൊടുത്തു പോയത് കൊണ്ട് തന്നെ ഇവിടുന്ന് വെള്ളം അടിക്കുന്നത് 3-4 മണിക്കൂർ കൊണ്ട് മാത്രമേ ടാങ്കിൽ എത്തിച്ചേരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മോട്ടറുകൾ കത്തിക്കുന്നതിനെക്കുറിച്ച് പല പ്രാവശ്യം കത്തിപ്പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഈ 4 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് മോട്ടർ അടിക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ കാരണം തന്നെ ഈ പൈപ്പിൽ നിന്ന് വേറെ കണക്ഷൻ കൊടുത്ത് അവിടെ കൂടെ വെള്ളം കിട്ടിയതിന് ശേഷം അവരുടെ ആവശ്യത്തിന് വെള്ളം കിട്ടിയതിന് ശേഷമാണ് ടാങ്കിൽ വെള്ളം എത്തുന്നത്. അതുകൊണ്ടാണ് ഈ മോട്ടറുകൾ 4 മണിക്കൂർ പ്രവർത്തിക്കേണ്ടി വന്നത്. മാളോല പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ അഴിമതി ആരോപണവും ശക്തമാണ്. കുളത്തിന്റെ ആഴം കൂട്ടുന്നതിന് പകരം കൈവരി കെട്ടിപ്പൊക്കി അളവ് കണക്കാക്കിയതിൽ തുടങ്ങി ഗുണനിലവാരമില്ലാത്ത മോട്ടോർ സ്ഥാപിച്ചതും ഗേജ് കുറഞ്ഞ പൈപ്പുകൾ സ്ഥാപിച്ചതിലും അനധികൃത പൈപ്പ് കണക്ഷനിലുമെല്ലാം വൻ അഴിമതിയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതിൻ്റെ തുടക്കം മുതലേ ഒരു അഴിമതിയുടെ ഒരു ഭാഗം അതിൻ്റെ അകത്തുണ്ടായി എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം കുളം എന്ന് പറയുന്നത് താഴോട്ട് ആഴം കൂട്ടുന്നതിന് പകരം മേളിലോട്ട് കെട്ടി അതിൻ്റെ ഹൈറ്റ് കാണിച്ച് അന്ന് ഇരുന്ന എയും അതിൻ്റെ നിർമ്മാതാക്കളൊക്കെ അതിൻ്റെ ഒരു അഴിമതിയുടെ തുടക്കം അവിടെ തുടങ്ങി. അതിനുശേഷം ഇതിൻ്റെ പമ്പിങ് പൈപ്പ് ലൈൻ ഇടുന്ന സമയത്ത് ഏറ്റവും കാരണം ഇവിടുന്ന് ഈ കുളത്തിൻ്റെ ഇവിടുന്ന് ടാങ്ക് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിന് ആവശ്യമായ സാങ്കേതിക പരിജ്ഞാനം ഇല്ലാതെ പൈപ്പ് ഏറ്റവും ലോ കോസ്റ്റ് പൈപ്പ് ഇട്ടുകൊണ്ടാണ് അതിൻ്റെ ആദ്യകാലത്തിൽ പൈപ്പിംഗ് നടത്തിയത്. ആ പൈപ്പ് നടത്തിയതിന് ശേഷം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നിരവധി പ്രശ്നങ്ങളാണ്. കാരണം ഇവിടെ പമ്പ് ചെയ്യുമ്പോഴത്തേനും ഈ 2 കിലോമീറ്ററിനടയ്ക്ക് ഒരു 10-100 സ്ഥലങ്ങളിലാണ് പൈപ്പുകൾ പൊട്ടുന്നത്. അപ്പോൾ അവർക്ക് പറഞ്ഞ മോട്ടർ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ചിലപ്പം മോട്ടർ കത്തിപ്പോകാനുള്ള സാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിപ്പം പവർ കൂടിയ മോട്ടർ കൊണ്ട് വെക്കുകയാണെങ്കിൽ വെള്ളം കയറി പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പം നല്ല മോട്ടർ കൊണ്ട് വെച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഈ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാലത്ത് ഇതൊന്നും വലിയ അഴിമതിയല്ലെന്നും നടന്ന അഴിമതികൾക്ക് കൂട്ടുനിന്നത് ഞങ്ങളല്ല, മറിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണെന്നും അവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നുമാണ് രാഷ്ട്രീയ നേതാക്കളുടെ വാദം. മോട്ടോർ കത്തിപ്പോഴുള്ള പ്രശ്നമെന്ന് പറയുന്നത് 260 ഹൗസ് കണക്ഷനിലൂടെ വെള്ളം ഈ 4 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള അടിക്കുമ്പം എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. അതൊരു അഴിമതി എന്ന് പറഞ്ഞാൽ അത് മോട്ടറിൻ്റെ കപ്പാസിറ്റി മേടിച്ചപ്പം അതിനുള്ള എഞ്ചിനീയർമാരാണ്, നമ്മളാരുമല്ല ഓടിച്ചെന്നൊരു മോട്ടർ മേടിക്കുന്നത്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഇറിഗേഷൻ വകുപ്പിലെ എഞ്ചിനീയർമാർക്കെതിരെ നടപടിയെടുക്കാൻ സ്വീകരിക്കണം. അല്ല നമ്മൾ ചെന്ന് കഴിഞ്ഞൊരു മോട്ടർ മേടിക്കുക ഏതെങ്കിലും കടയിൽ നിന്ന് തരുമോ? ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ല നമ്മൾ മേടിക്കുന്നതല്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെ വിജിലൻസ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണം. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പരസ്പരം ഉന്നയിച്ച് മുഖത്ത് വെള്ളപൂശാൻ കാണിക്കുന്ന വ്യഗ്രതയുടെയും ആരുമറിയാതെ ഫണ്ടുകൾ പോക്കറ്റിലേക്ക് ഒഴുക്കാൻ കാണിക്കുന്ന ഉത്സാഹത്തിന്റെയും പകുതി താൽപര്യം ഭരണാധികാരികൾ ഈ ജനങ്ങളുടെ കാര്യത്തിൽ കാണിച്ചാൽ തന്നെ ഇവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. 8 വർഷത്തോളമായിട്ട് ഒരു പ്രവർത്തനവും ഇല്ലാതെ ഇത് കിടക്കുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള വേനലുകൾ വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. നിലവിലുള്ള സാധാരണ ഒരാഴ്ചയിൽ ഒരു ദിവസം വെച്ച് വേണ്ട ഒരു 10 ദിവസത്തിൽ ഒരു ദിവസം ഞങ്ങൾക്ക് വെള്ളം തരാവുന്ന രീതിയിൽ ഇത് പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പെട്ടെന്ന് മാളോല കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് വെള്ളം കിട്ടണമെന്ന് വലിയൊരാഗ്രഹമുണ്ട്. നിലവിൽ അധികാരമുള്ളവർക്ക് ജനസേവനത്തിന് കഴിവില്ലെങ്കിൽ തിരിച്ചറിവുള്ള നേതാക്കന്മാർ അധികാര കസേരയിൽ ഇരിക്കുന്നതും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും നാളെ കണ്ണീരോടെ നോക്കി നിൽക്കേണ്ടി വരുമെന്ന് എന്റെ വാർത്ത ഓർമ്മിപ്പിക്കുന്നു. ജനങ്ങൾ നാടൊടുക്ക് കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴാണ് കടപ്പൂരുകരയിലെ ഈ മാളോല കുടിവെള്ള പദ്ധതി അധികൃതരുടെ അലംഭാവം പോലും മാത്രം
ഉപയോഗശൂന്യമായി കിടക്കുന്നത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി കടപ്പൂരിൽ നിന്നും സിറ്റിസൺ ജേർണലിസ്റ്റ് ഷില്ലറ്റ് അലക്സ്. ഇനിയെങ്കിലും അധികൃതർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ. എന്റെ വാർത്തയ്ക്ക് മുമ്പ് തുടരുക ഒരു ചെറിയ ഇടവേള കൂടി. ജനിച്ച ശേഷം 7-ാം മാസത്തിൽ സംഭവിച്ച ഒരു അപകടത്തിൽ തളർന്നുപോയ മകളെയും ചേർത്ത് പിടിച്ച് വൃദ്ധയായ ഒരമ്മ. കരളലിയിപ്പിക്കുന്ന ജീവിതകഥയാണ് തങ്കയുടെയും മകൾ ശ്രീലതയുടെയും. ഇനി എന്റെ വാർത്ത അമൃത ചലഞ്ച്. 40 വർഷം നീണ്ട കണ്ണീർ കഥയാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ സ്വദേശികളായ തങ്കമ്മയുടെയും മകൾ ശ്രീലതയുടെയും ജീവിതം. ജനിച്ച ശേഷം 7-ാം മാസത്തിൽ സംഭവിച്ച അപകടത്തിൽ തളർന്ന ശ്രീലതയുടെയും വാർദ്ധക്യത്തിന്റെ അവശതകൾ തളർത്തിയിട്ടും 40-കാരിയായ മകളെ ചേർത്ത് പിടിച്ച് ജീവിതം തള്ളി നീക്കുന്ന തങ്കമ്മയുടെയും ജീവിതം ആരുടെയും കരളലിയിപ്പിക്കും. ഏഴ് മാസം മാത്രം പ്രായമുള്ളപ്പോൾ ബന്ധുവിന്റെ കയ്യിൽ നിന്ന് താഴെ വീണ ശ്രീലത പിന്നീട് സ്വന്തം കാലിൽ നിന്നിട്ടില്ല. ശാരീരികമായും മാനസികമായും തളർന്ന ശ്രീലതയുടെ ചികിത്സയ്ക്കും പരിചരണത്തിനും വേണ്ടിയായിരുന്നു തങ്കമ്മയുടെ പിന്നീടുള്ള ജീവിതം. അനിയത്തിയുടെ കയ്യിൽ നിന്ന് വീഴുന്നത് എടുത്തോണ്ട് പോയി വഴിയിൽ വീഴുന്നു. സന്ധ്യയ്ക്കാണ് കൊണ്ടുപോയത്. പ്രസവിച്ച് 7 മാസമായപ്പോഴാണ് ഇങ്ങനെ പറ്റിയത്. പിന്നെ അതിന് ശേഷം അത് എഴുച്ചും നടന്നിട്ടും ഒന്നുമില്ല. പിന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയപ്പോൾ പിന്നെ ഇതിന് കയ്യിലും കാലിലും ഇടാനുള്ള ഉപകരണങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ പൈസയ്ക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോയില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും അമ്മയുടെ സഹായം വേണ്ട ശ്രീലതയെ തനിച്ചാക്കി തങ്കമ്മയ്ക്ക് വീടിന് പുറത്തു പോകാൻ പോലും കഴിയാത്ത അവസ്ഥ. മകന്റെ കനിവിലായിരുന്നു ഈ അമ്മ ഇതുവരെ തന്റെ മകളെയും മാറോടണച്ച് കഴിഞ്ഞിരുന്നത്. എന്നാൽ അകാലത്തിൽ സംഭവിച്ച മകന്റെ മരണം എല്ലാ പ്രതീക്ഷകളുടെയും അവസാനം കുറിച്ചു. അവരുടെ 2 ആമക്കളായിരുന്നു. മൂത്തമോൻ ഹെഡ്ലോഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അയാൾ പെട്ടെന്ന് മരിച്ചുപോയി. അവരിവിടെ അടുത്ത് താമസിച്ചിരുന്നതാണ്. അവരുടെ തണലിലാണ് ജീവിച്ചിരുന്നത്. തങ്കമ്മയുടെ തുച്ഛമായ വാർദ്ധക്യ പെൻഷൻ ഭക്ഷണത്തിനോ ചികിത്സയ്ക്കോ തികയാറില്ല. 2 സെന്റ് ഭൂമിയിലെ തകർന്നു വീഴാറായ വീട്ടിൽ പലപ്പോഴും പട്ടിണിയിലാണ് ഇന്ന് ഈ കുടുംബം. വീടിന്റെ ശോചനീയാവസ്ഥ അത് ചോർന്നൊലിക്കുന്ന ഇതുണ്ട്. അതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പം അത്യാവശ്യമായിട്ട് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിവെള്ളമാണ്. ഒരു പൈപ്പ് കണക്ഷൻ കിണർ കുത്താനുള്ള സൗകര്യമില്ല. ഒരു 2 സെന്റിനകത്തുള്ള ഒരു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു വീടാണ്. അപ്പോൾ ഒരു കുടിവെള്ളം ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു പൈപ്പ് കണക്ഷൻ കൊടുക്കാനുള്ളൊരു സംവിധാനം ഏതെങ്കിലും രീതിയിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടുകാരെ പറ്റി 10-38 വർഷമായി നന്നായിട്ടറിയാം. അന്ന് തൊട്ടേ ദാരിദ്ര്യത്തിൽ കഴിയുന്നൊരു കുടുംബമാണ്. വളരെ അധപ്പതിച്ച മറ്റ് യാതൊരു വക സഹായത്തിന് ഇല്ലാത്ത ഒരു കുടുംബമാണ്. അവരുടെ ഒരു മൂത്ത മോനുണ്ടായിരുന്നു. ചുമട്ടുതൊഴിലായിരുന്നു. അയാൾ മരിച്ചു പോവുകയാണ് ചെയ്തത്. അതോടുകൂടി അവരുടെ വീണ്ടുമുള്ള അത്താണി നഷ്ടപ്പെട്ടു. ഇപ്പം എങ്ങനെ ജീവിക്കണം എന്നറിയാതെ ഈ പാവപ്പെട്ട ഈ കുട്ടിയെ വെച്ച് വളരെ കഷ്ടപ്പാടോടുകൂടി ജീവിക്കുന്നൊരു കുടുംബമാണ്. ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ചാൽ തന്നെ ആ സഹായത്തിന് മരുന്ന് വാങ്ങിക്കാൻ പോലും തികയാത്ത രീതിയിലുള്ള ജീവിതത്തിലാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 70 വയസ്സ് പിന്നിട്ട തങ്കമ്മയുടെ കാലശേഷം ശ്രീലതയുടെ ജീവിതം നാട്ടുകാർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. മകളെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകാൻ നാട്ടുകാർ ശ്രമം നടത്തിയപ്പോഴൊക്കെ തന്റെ കണ്ണടയും വരെ മകൾ കൺമുന്നിൽ വേണമെന്നും തന്നെ കൊണ്ടാവും വിധം അവളെ പോറ്റിക്കൊള്ളാമെന്നുമുള്ള ഈ അമ്മയുടെ കണ്ണീരോടെയുള്ള വാക്കുകളെ മാനിച്ച് അവരെല്ലാം പിന്മാറി. ഒരുപാട് പേര് പറഞ്ഞിങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തും കൊണ്ടയക്കണമെന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ ഈ പെങ്കൊച്ച് ഇല്ലാതിരുന്ന് ഉണ്ടായതല്ലേ. അപ്പോഴേ എനിക്ക് അതിൻ്റെ വഴി ഇത് ഇന്ന് വരെ അവളുടെ സ്നേഹം അല്ലാതെ വേറെ ഒരു തരത്തിലും ഒന്നുമില്ല. പിന്നെ എനിക്കെപ്പോഴും ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അമ്മ എവിടെ പോയെന്ന് ചോദിക്കാൻ അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ അമ്മ വരുന്ന സമയത്ത് അമ്മ ഇനി വരണം. അമ്മയെ കണ്ടാൽ പിന്നെ അമ്മ മതി, വേറെ ആരും വേണ്ട. ഞാൻ ഇടയ്ക്ക് ഈ ശ്രീലതയുടെ അമ്മയുമായിട്ട് ഇത് സംസാരിച്ച സമയത്ത് ഇദ്ദേഹത്തെ നമ്മൾ അനാഥാലയത്തിലോട്ട് മാറ്റുന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചപ്പോൾ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ മരിക്കുന്നത് വരെ
ശ്രീലതയോടൊപ്പം ആയിരിക്കും, അതിനുശേഷം നിങ്ങൾ എന്തോ ചെയ്തോ എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഈ 70 വയസ്സായ ഒരമ്മ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബം, നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. നൊന്തുപെറ്റ മകളെ ജീവന തുല്യം സ്നേഹിച്ച് വിധിയോട് പോരാടുന്ന തങ്കമ്മയ്ക്കും കണ്ണീർ കാഴ്ചയായി മാറുന്ന ശ്രീലതയ്ക്കും ഇനി വേണ്ടത് കനിവിന്റെ കൈത്താങ്ങാണ്. പ്രിയ പ്രേക്ഷകരെ, ദുരിതക്കയത്തിൽ മുങ്ങിപ്പോയ ഈ അമ്മയ്ക്കും മകൾക്കും നമുക്കൊന്നിച്ച് സഹായമെത്തിക്കാം. നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ തങ്കമ്മയുടെ പേരിൽ കാനറ ബാങ്കിന്റെ 5-ാം മട ശാഖയിലുള്ള 11108055 എന്ന അക്കൗണ്ടിൽ മാറാവുന്ന വിധത്തിൽ ചെക്കായോ DD-ആയോ ദ സീനിയർ മാനേജർ HR, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ ഇന്നു തന്നെ അയയ്ക്കുക. നിങ്ങളുടെ ചെറിയ സഹായങ്ങൾ ഇവർക്കിന്ന് വലിയ പ്രതീക്ഷകളാണ്. ഈ അമ്മയ്ക്കും മകൾക്കും കൈത്താങ്ങൊരുക്കി ഒരു പുണ്യകർമ്മത്തിൽ നമുക്ക് പങ്കാളികളാകാം. തങ്കയെയും ശ്രീലതയെയും കഴിയുന്നത്ര സഹായിക്കുക. ഒപ്പം നിങ്ങളുടെ മുന്നിലുള്ള സിറ്റിസൺ റിപ്പോർട്ടുകൾ ഇന്ന് തന്നെ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: ദ പ്രൊഡ്യൂസർ, എന്റെ വാർത്ത, അമൃത TV, ഇടഗ്രാമം, കരിമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ info@amrudatv.com. ഫോൺ 9746287526. വേറിട്ട വാർത്തകളുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.